UK നെറ്റ്ജൽ സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ 4-ാമത്തെ അധ്യായമായ പ്ലാനിംഗ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-ാമത്തെ, 2-ാമത്തെയും 3-ാമത്തെയും അധ്യായങ്ങളുടെ റിവിഷൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 13 അധ്യായങ്ങളിൽ നിന്നും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട 13 ചോദ്യങ്ങൾ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എങ്കിൽ പ്ലേലിസ്റ്റ് കയറിയിട്ട് ഒന്ന് ആ ക്ലാസ് കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്ലാനിംഗ് എന്ന ചാപ്റ്ററിലെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ ആ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാം. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് എസ്എ ക്വസ്റ്റ്യനായിട്ടും ഷോർട്ട് ആൻസർ ലെവലുള്ള ക്വസ്റ്റ്യനായിട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്. പ്ലാനിങ്ങിൻ്റെ 1-ാമത്തെ പ്രോസസ്സാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. പ്ലാനിങ്ങിൻ്റെ 1-ാമത്തെ പ്രോസസ്സാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഒരു ഓർഗനൈസേഷനകത്ത് ഒബ്ജക്റ്റീവ്സ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. ആദ്യം ഈ 7 സ്റ്റെപ്സാണ് പ്രധാനമായിട്ടുമുള്ളത്. ഈ 7 സ്റ്റെപ്സുകൾ ഒന്ന് ആദ്യം പെട്ടെന്ന് പറഞ്ഞു പോവുക, എന്നിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നുകൂടി പറയാം. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. 1-ാമത്തെയാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ലക്ഷ്യങ്ങൾ ആദ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ് 1-ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ആ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ് 1-ാമത്തെ സ്റ്റെപ്പ്. ഇനി ആ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ചില അസംഷൻസ് ഉണ്ടാവും. അസംഷൻസ് എന്ന് പറഞ്ഞാൽ ചില അനുമാനങ്ങൾ, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, ആ കണ്ടീഷൻസ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം എന്ന രീതിയിൽ ചില അസംഷൻസ് ഉണ്ടാവും. അതിനെയാണ് പറയേണ്ടത് പ്രിമൈസസ് എന്നുള്ളത്. ഇപ്പോൾ ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസസ് എന്നാണ് 2-ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ്, നമുക്ക് പല രീതിയിനകത്തുള്ള വഴികൾ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് ഉണ്ടാവും. നമ്മുടെ മുന്നിലുള്ള വഴികളിൽ നിന്ന് ഏറ്റവും മികച്ച വഴി കണ്ടെത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അതായത് 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഐഡൻറ്റിഫൈയിങ് ദ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഐഡൻറ്റിഫൈയിങ് ദ ആൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻ. ഐഡൻറ്റിഫൈയിങ് ദ ആൾട്ടർനേറ്റീവ് കോസസ് ഓഫ് ആക്ഷൻ. വളരെ ലളിതമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, അപ്പം നിങ്ങൾക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ മാനേജർ ആവണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില അനുമാനങ്ങൾ നിങ്ങൾ ആദ്യം മുന്നോട്ട് വെക്കും. പിന്നീട് അതിനുശേഷം അതിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ MBA എന്ന് പറയുന്ന കോഴ്സുകളും പല രീതിയിനകത്തുള്ള കോഴ്സുകളും ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലുള്ള പല കോഴ്സുകളും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഏത് കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്ന രീതിയിൽ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ് കോഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. BCom പഠിക്കുക, എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് PG ഒക്കെ പഠിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നുള്ള കോഴ്സ് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിനകത്ത് ഒരു ചെറിയ ഉദ്യോഗസ്ഥനായിട്ട് കയറിയിട്ട് വലിയ ഉദ്യോഗസ്ഥൻ പ്രൊമോഷൻ വഴി ആ രീതിയിൽ പോകാം. അപ്പോൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ എന്നാണ് 3-ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ഇനി 4-ാമത്തെ നമുക്ക് നോക്കാം, ഇവാലുവേറ്റിംഗ് ദ ആൾട്ടർനേറ്റീവ് കോഴ്സ്. അപ്പോൾ ഏതാണ് ഏറ്റവും മികച്ചത് എന്നുള്ളത്. അപ്പോൾ ഇവാലുവേറ്റിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് CA കോഴ്സിന് പോകാം, അല്ലെങ്കിൽ BComനോടൊപ്പം തന്നെ നിങ്ങൾക്ക് CA പഠിക്കാം. BCom കഴിഞ്ഞിട്ട് CPT എന്നുള്ള എൻട്രൻസ് ടെസ്റ്റ് ഇല്ലാതെ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CA കോഴ്സിന് പോകാം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യുക, നിങ്ങളുടെ കോഴ്സ് ഓഫ് ആക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 4-ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സെലക്ടിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിനകത്തുള്ള സെലക്ടിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് ആണ് 5-ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ഇപ്പം വളരെ പെട്ടെന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു 4-4.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നിങ്ങൾ പാസ് ഔട്ട് ആവണമെങ്കിൽ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.
പക്ഷേ ബികോം പഠിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ബികോമിനുള്ള 3 വർഷം നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അത്രയും ലാഗ് ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ബികോം പഠിച്ചിട്ടാണ് പോകുന്നത് അത്രയും ബേസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു ഡിഗ്രി നിങ്ങളുടെ കൈവശം ആവുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ സെലക്ട് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക എന്നതാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത്. ഇനി 6ാമത്തെ സ്റ്റെപ്പാണ് എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ എന്താണ് കൊച്ചിയിലോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല, എന്താണ് ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യം എന്ത് വേണം, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം, റെഗുലറായിട്ട് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ പാസ് ഔട്ട് ആവുള്ളൂ. കാരണം അത്രയും വിജയശതമാനം വളരെ കുറഞ്ഞിട്ടുള്ള കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ആക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോഴ്സ് പാസ് ഔട്ട് ആവാൻ പറ്റില്ല. കാരണം പല ഘട്ടങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 7 പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്നുള്ളത്. ഇനി ഈ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിനകത്തുള്ള ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ 7 പോയിൻ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ 7 പോയിൻ്റ് ഓർത്ത് വെക്കുക. എക്സാമിനൊക്കെ നിങ്ങൾ വരുമ്പം എന്ത് ചെയ്യുക, ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കമ്പനീസിനകത്തുള്ള പ്ലാനും കമ്പനി ഓർഗനൈസേഷൻ സെറ്റപ്പിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എസ് എ ക്വസ്റ്റ്യനൊക്കെ വന്നാൽ അതിൻ്റെ ഓരോ പോയിൻറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു 2-3 ലൈൻസ് എഴുതാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ഒന്നാമത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഓർഗനൈസേഷനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഒരു ഓർഗനൈസേഷനകത്തുള്ള പല ഡിപ്പാർട്ട്മെൻ്റ് ആകും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും എന്താണ് വി ഹാവ് ടു സെറ്റ് ഒബ്ജക്റ്റീവ്സ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി വെരി സ്പെസിഫിക് ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ എന്ന് ആ രീതിയിൽ ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. അങ്ങനെയുള്ളതാണ് ഒന്നാമത്തെന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ഡെവലപ്പിംഗ് പ്രിമൈസസ് എന്ന് പറഞ്ഞാണ്. ഡെവലപ്പിംഗ് പ്രിമൈസസ്. സോ what do you mean by premises? So premises are the certain assumption about future. Certain assumptions about future is referred to as what, premises. And forecasting is more important in developing the planning premises. So developing the planning premises, second step. Then third one is identifying the alternative course of action. Identifying the alternative course of action. After developing the premises, the next step is to identifying the alternative course of action in order to achieve the organizational objectives. So this is the third steps comes under planning process. Then after identifying the alternative courses of action, the next step is evaluation. അടുത്ത വരുന്നതാണ് എന്ത്, ഇവാലുവേഷൻ എന്നുള്ളത്. The pros and cons of the various alternatives must be evaluated. For what? To select the best alternatives. So proper detailed analysis of the identified alternative course of action is called what? Evaluation. Then next fifth step is selecting the alternatives. After making the proper evaluation, selecting the best alternatives. Selecting an alternative. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആൾട്ടർനേറ്റീവ്സ് എന്തായിരിക്കണം, വിച്ച് വിൽ ഗിവ് ദ മാക്സിമം ബെനിഫിറ്റ് ആൻഡ് മാക്സിമം പ്രോഫിറ്റ് ഓർ വിത്ത് മിനിമം കോസ്റ്റ്. പ്രോഫിറ്റ് കൂടിയിട്ടുള്ള കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് 5ാമത്തെ കോഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് ആറാമതെന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻസ്. പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ ഈസ് കോൾഡ് വാട്ട്, ഇംപ്ലിമെൻറ്റിംഗ്. ആ പ്ലാൻ നടപ്പിലാക്കുക, അത്രയേ ഉള്ളൂ. ഇംപ്ലിമെൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പുട്ടിംഗ് ദ പ്ലാൻസ് ഇൻ ടു ആക്ഷൻ ഈസ് കോൾഡ് പുട്ടിംഗ് ദ പ്ലാൻസ് ഇൻ ടു ആക്ഷൻ. Plan into action is called implementation. Then last one is follow up. Follow up action. Follow up refers to regularly
to check whether they are being implemented and activities are performed according നമ്മുടെ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. അതാണെന്ന് പറഞ്ഞാൽ റെഗുലർലി ചെക്കിങ് ഈസ് കോൾഡ് ഫോളോ അപ്പ് ആക്ഷൻ. ഇതാണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സ് നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കുക. കാരണം പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഈ 7 പോയിൻ്റ് എന്നാണ് വിട്ടുപോകാണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.